മീൻ പീരയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കോവയ്ക്ക പീരയുടെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഈ റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടാകാം. ഇതുപോലെയല്ല ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കൂ. കോവയ്ക്കകത്തുനിന്ന് മീനിന് സമാനമായിട്ടുള്ളൊരു ടേസ്റ്റ് എങ്ങനെ കിട്ടുമെന്ന് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. മീൻ കിട്ടാത്ത സമയങ്ങളിൽ ഒരു മീനിൻ്റെ മണം കിട്ടിയാൽ മതി ചോറുണ്ണാന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്ന നോക്കാം. ആദ്യമേ തന്നെ കുറച്ച് ഐറ്റം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിരുമ്മിയെടുക്കാനായിട്ട് നോക്കണം. അളവെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്, ഇതേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക. ഇനി ഒരല്പം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, ഒരു 1/4 സ്പൂണിനടുത്തായിട്ട്. ഈ ഒരളവിൽ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം അളവ് കുറച്ച് ചേർക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കോവയ്ക്കപ്പീരയ്ക്ക് കാണാനും ഒരു നല്ലൊരു കളറ് കിട്ടും. ഇനി വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി, സാധാരണ മീനിനൊക്കെ ചേർക്കാറുള്ള ഉലുവപ്പൊടിയാണ്. ഈ ഒരളവേ ചേർക്കാവൂ. ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ കയ്പുണ്ടാകും. ഇനി 2 നുള്ള് കായപ്പൊടിയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച്. ഇനി ഒരു 7-8 ചെറുള്ളി ചേർക്കാം. വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും കനം കുറഞ്ഞ് അരിയാനായിട്ട് നോക്കണം. ചെറുള്ളിക്ക് പകരം സവാള ചേർക്കാം, പക്ഷേ ചെറുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി 1 സ്പൂണ് ഫുള്ളായിട്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞാണ് ചേർക്കേണ്ടത്. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോയാലും ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും. അളവ് കറക്റ്റായിരിക്കണം. ഇനി പച്ചമുളക് ചേർക്കണം. കുറച്ചേറെയായിട്ട് പച്ചമുളക് ചേർക്കണം. 7-8 പച്ചമുളക് ചേർക്കുക. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകിൻ്റെ കുരു അങ്ങ് മാറ്റിയിട്ട് ചേർക്കുക. ഇനി കുറച്ചേറെയായിട്ട് കറിവേപ്പിലയോടെ ചേർക്കുക. ഇനി ഒരു 2 കഷ്ണം പുളി ഞാൻ കീറി ഒരു തവി വെള്ളത്തിനകത്ത്, വളരെ കുറച്ച് വെള്ളത്തിനകത്ത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഇനി ഒരു 2-2.5 സ്പൂണോ വെളിച്ചെണ്ണയോടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞെരടി മിക്സ് ചെയ്യുക. ഉള്ളിയൊക്കെ ഞെരടി ഉപ്പും പുളിയെല്ലാം ചേർന്ന് വരണം. ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്ന് തേങ്ങാമുറി ഉണ്ടല്ലോ, അതെടുത്ത് തിരുമുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പീരയായിട്ട് തിരുമ്മിയെടുക്കാനായിട്ട് പറ്റും. തീയലിനൊക്കെ വറക്കാനായിട്ട് അങ്ങനെ തിരുമ്മിയെടുക്കുന്നതാണ് നല്ലത്. ഉള്ളിയൊക്കെ നല്ലതായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഞെരടി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തിനൊന്ന് മൂടി വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ കോവയ്ക്ക അരിയാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി കോവയ്ക്ക തീരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിയരുത്. ഒരു കോവയ്ക്ക 6 പീസാക്കുക. അതായത് ഇങ്ങനെ പകുതി എടുത്തിട്ട് 3 പീസ്, മറ്റേ പകുതി 3 പീസ്, അങ്ങനെ 6 പീസാക്കി എടുക്കണേ. ഇങ്ങനെ അരിയണം കറക്റ്റായിട്ട്. അപ്പോൾ ഓവറായിട്ട് കുഴയാതെ കറക്റ്റായിട്ട് കിട്ടും. ഇനി പീര വറ്റിക്കാൻ പോലെ ഒരല്പം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വളരെ കുറച്ച് ഇത്ര ഇട്ടിട്ടുള്ളൂ ഉലുവ ഇടുക. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴത്തേന് കോവയ്ക്ക ചേർക്കുക. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അമക്കി എടുത്തിട്ടുണ്ട്. 2ാമത്തെ കപ്പ് അതുപോലെ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പ് കൂടെ. ഈ ഒരളവ് കോവയ്ക്കായും 1 കപ്പ് തേങ്ങയും ആണെങ്കിൽ കറക്റ്റ് പീരയായിരിക്കും. ഇനി ഒരു ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞ് ചേർക്കുക. വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്ത് ചേർക്കുക. തീയെ നല്ലവണ്ണം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോവയ്ക്ക നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങും. വളരെ കുറച്ച് ഒരു വെള്ളമയം ഇറങ്ങും. അതൊന്ന് വറ്റണം. അപ്പം നല്ലവണ്ണം ഒന്ന് ഇളക്കി തന്നെ കൊടുക്കുക, ഫുൾ ഫ്ലെയിമിലിട്ട്. ഒരു 2 മിനിറ്റ് മതിയാകും. കോവയ്ക്ക അരിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ഒലച്ച് എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കറ പോലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ കറ കാണും. അപ്പോൾ ആ കറി ഒന്ന് മാറാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടാണ് ഇതിനകത്ത് ചേർത്തത്. നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് വേണം ഇരിക്കാനായിട്ട്. ആ വെള്ളമയം ഒന്ന് വറ്റിയതിന് ശേഷം അടിഭാഗത്ത് ഇങ്ങനെ എണ്ണ പൊരിയുന്ന ഒരു സൗണ്ട് വരുവേ. ഈ സമയത്ത് നല്ലൊരു മണം കൂടിയാണ്. അതുവരെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ റെഡിയാകും.
കോവയ്ക്കൊന്നും വെന്തിട്ടൊന്നുമില്ല കേട്ടോ, കോവയ്ക്കൊന്ന് വാടിയിട്ടേ ഉള്ളൂ. തീ അല്പം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങാപ്പീര ചേർക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കണം. ഇപ്പോൾ ഒരു അര ഗ്ലാസ്, ലോങ് ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്നത്, ആ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം വന്നു, കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാനുണ്ട്. ഒരു ശകലം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ നോക്കിക്കഴിയുമ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് വെള്ളം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കോവയ്ക്കയ്ക്ക് മുകളിൽ നികയ്ക്കുകയല്ല, കോവയ്ക്കയ്ക്ക് അടിയിൽ ഇങ്ങനെ വെള്ളം ലെവൽ വരുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. ആദ്യമേ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് തിളവരട്ടെ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. പകുതി വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം തീ അല്പം കുറച്ച് കൊടുക്കണം. വെള്ളം കുറേശ്ശെ വറ്റും തോറും നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. ഇത് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഈ ഒരളവിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമയമില്ലാത്ത കറിവേപ്പില ചേർക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയോടെ ചേർക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. മീനല്ലാത്ത കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇളക്കാം, ഉടഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. പ്രത്യേകിച്ച് പുളിയുള്ളത് കാരണം ഉണ്ടല്ലോ, പെട്ടെന്ന് കോവയ്ക്ക ഉടഞ്ഞു പോകത്തില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കോവയ്ക്ക ഒന്ന് നിങ്ങളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി നിങ്ങളുടെ പാകത്തിനാണെന്നുണ്ടെങ്കിൽ ആ കുടംപുളി എടുത്ത് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ ഓവറായിട്ട് പുളി ആയിപ്പോവും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. മീൻ പറ്റിച്ച പോലെ തന്നെ ഇത് നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടി ഇത് ടേസ്റ്റ് കൂടും. മണം കൊണ്ടും രുചി കൊണ്ടും എല്ലാം നല്ല മീൻ പീര പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അതിൽ മല്ലിപ്പൊടിയും ഇതുപോലെ 2 പിഞ്ച് കായും ഒക്കെ ചേർത്ത് നോക്കൂ. അത്രയും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാൻ മറക്കല്ലേ.